മോനെ, എനിക്ക് അമ്മാവനൊന്ന് അത്യാവശ്യമായിട്ട് കാണണം. എന്താ മക്കളെ? അമ്മാവനൊന്ന് പുറത്തോട്ട് വാ, കണ്ടിട്ടൊരു ആവശ്യമുണ്ട്. ഫോണിലൂടെ പറയാൻ പറ്റത്തില്ലേ മോനെ? അമ്മാവ ഒന്ന് വാ അമ്മാവാ. ശരി മോനെ, ഞാൻ ഇപ്പം തന്നെ വരാം. നീ വച്ചോ. എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്നാ പറയുന്നത്. പിടിക്കപ്പെട്ടെന്നാ തോന്നുന്നത്. കരുണയോട് പറഞ്ഞില്ലേ കരുണയില്ലാതെ പെരുമാറരുതെന്ന്? അതിന് അവൾക്കല്ലല്ലോ ഇപ്പൊ കരുണയില്ലാത്തത്. പിന്നെ തലയ്ക്ക് വെളിവില്ലാത്ത ഒരുത്തനല്ലേ. അവനെ തട്ടിക്കളയാതെ ഒരു രക്ഷയില്ല. ഉണ്ണി സത്യം അറിഞ്ഞിട്ടാണ് വിളിക്കുന്നെങ്കിൽ ഇനി അവന്റെ മുന്നിലോട്ട് പോണോ? അവന്റെ കയ്യിൽ നിന്നും കൂടെ വെറുതെ പോയി തല്ല് വാങ്ങിക്കണോ? നീ കരുനാക്കെടുത്തൊന്നും പറയാതെ ശ്രീമന്തിരി. ഞാൻ ഡ്രസ് മാറിയിട്ട് ഒന്ന് പോയിട്ട് വരാം. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? അന്നത് ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഈശ്വരാ, എന്താടാ മോനെ, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? 7-ാം മാസം, അവളുടെ 7-ാം മാസം, കോമലേശ്വരത്തെ മൂത്ത മരുമോളുടെ. അതിനെന്താ? അത് തറവാട്ടി വെച്ചാ നടത്താൻ പോകുന്നത്. നടത്തിക്കോട്ടെ. അമ്മാവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവളിപ്പോ നിൽക്കുന്നത് അനന്തുവിന്റെ വീട്ടിലല്ലേ? അപ്പൊ പിന്നെ അവിടെ വെച്ച് നടത്തിക്കൂടെ? എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും മോനെ? നിന്റെ തറവാട് നിന്റെ അല്ലല്ലോ, കണ്ണന്റെ അല്ലേ. അവന്റെ കുഞ്ഞാണ് മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്നത്. അപ്പോ അവിടെ വെച്ചല്ലേ അവളുടെ 7-ാം മാസം നടത്തേണ്ടത്. ആ ചടങ്ങ് അലസിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ അമ്മാവ? ഏവന്റെ അമ്മായച്ചനെ ഞാനെങ്ങനെ കൊല്ലുമെന്ന് പറഞ്ഞു നടക്കുക. അപ്പോഴാ ചടങ്ങ് അലമ്പിക്കളയുന്നുള്ളൂ. അമ്മാവനെന്താ ആലോചിക്കുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ, ഞാനും സഹകരിക്കാം. നിന്റെ അമ്മായിച്ചൻ എങ്ങനെ ഉണ്ട്? ആ വട്ടന്റെ കാര്യം എനിക്കറിയില്ല. നീ അങ്ങനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു? പോകണമെന്നുണ്ടായിരുന്നു. അപ്പൊ കരുണ പറഞ്ഞു അയാൾ കുറച്ച് സീരിയസ് ആണെന്ന്. അങ്ങോട്ട് ചെന്ന് അയാൾ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് പോയില്ല. നന്നായി. അവന്റെ അടുത്തോട്ട് പോകാതിരിക്കുന്ന നല്ലത്. ഞാനിവിടെ പോയപ്പോ അവനെന്റെ കഴുത്തിന് പിടിച്ചായിരുന്നു. അത്രയ്ക്ക് വയലന്റ് ആണോ അയാള്? പിന്നെ ഭയങ്കര വയലന്റാ. അവന്റെ അടുത്തോട്ട് പോയാലേ അവൻ വയലന്റ് ആവും, നമ്മൾ സൈലന്റും ആവും. കഴുത്തിന് പിടിച്ച് ഞെക്കിക്കഴിഞ്ഞാലേ പിന്നെ നമുക്ക് വല്ല മിണ്ടാൻ പറ്റൂടാ മോനെ. അയാള് കണ്ണനെയും മഹാലക്ഷ്മിയും തട്ടിക്കളയാൻ പോയതാ ലോറിയും കൊണ്ട്. എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചെന്നറിയില്ല. അയാളുടെ കൂടെ എന്റെ അച്ഛന്റെ പ്രേതം കൂടി എന്നൊക്കെയാ പറയുന്നത്. അതെങ്ങനെ കൂടിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോ അയാളായിരിക്കും ലോറി കൊണ്ടുപോയി എന്റെ അച്ഛന്റെ ബൈക്കിൽ ഇടിച്ചത്. ഏയ്, അതിനൊരിക്കലും സാധ്യതയില്ല. എന്തുകൊണ്ടാ സാധ്യതയില്ലാത്തത്? അല്ലെങ്കിൽ അച്ഛന്റെ പ്രേതം അയാളുടെ ദേഹത്ത് കയറേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പോ നീ അയാളെ കാണുകയാണെങ്കിൽ അതിനെപ്പറ്റി ഒന്നും ചോദിക്കണ്ട. അങ്ങനെ ചോദിച്ചാ ചിലപ്പോ അവൻ പറയും അവനാ ലോറി കൊണ്ട് ഇടിച്ചതെന്ന്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാ അവനിപ്പോ ഉള്ളത്. വട്ടെന്ന് പറഞ്ഞ മുഴുത്ത വട്ട. 7-ാം മാസം ചടങ്ങ് തറവാട്ടി വെച്ച് നടത്തുന്നുവെങ്കിൽ
ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ മഞ്ജു മാത്രമല്ല, വേറൊരുത്തരും കൂടെ വരുന്നുണ്ട്, ആ സാഗർ. അവനൊറ്റ ഒരുത്തനാ എന്റെ മോന്റെ ജീവിതം തകർത്തത്. എന്നിട്ട് അവനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ അമ്മാനെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. എന്റെ മോനെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഒന്നിനും പോകാതിരിക്കുന്നതാണ് നല്ലത്. ആ ചടങ്ങ് നടന്നു പോയിക്കോട്ടെ. വെറുതെ അതിന്റെ പിന്നാലെ നടന്ന് ഉള്ള വരുമാനം കൂടി നഷ്ടപ്പെടുത്തണ്ട. ഇപ്പൊ ഒന്നുമില്ലെങ്കിലും കണ്ണൻ മാസാമാസം നമുക്കൊക്കെ ഒരു തുക തരുന്നുണ്ട്. എന്നുവെച്ചാ ജോലി ചെയ്യാതെ കൂലി വാങ്ങുകയാണ് നമ്മളിപ്പോ. അതുകൂടി ഇല്ലാതായ കഞ്ഞുകൂടി മുട്ടിപ്പോവും. അറിയാലോ, ബാങ്കിൽ കിടക്കുന്ന പൈസ എടുക്കാൻ ഒരു താല്പര്യമില്ലാത്തവനാ നീ. അതിൽ കൈവെക്കേണ്ട അവസ്ഥ വെറുതെ ഉണ്ടാക്കരുത്. പക്ഷെ 7-ാം മാസത്തെ ചടങ്ങ് നല്ല രീതിയിൽ നടന്നു പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ കുഞ്ഞ് അവർക്ക് നഷ്ടപ്പെട്ട അത് എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ സന്തോഷമല്ല അമ്മാവ. അത്രത്തോളം എന്റെ ജീവിതത്തിന് തുരങ്കം വെച്ച് കഴിഞ്ഞു.